എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ജിയക്ക് സുഹയെ കിസ് ചെയ്ത ശേഷം അവൾ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ലിയോജൻ അവളെ കോൾ ചെയ്യുന്നു. പക്ഷെ അവളാകട്ടെ അവന്റെ കോൾസ് ഒന്നും പിക്ക് ചെയ്യുന്നില്ല. ഇവിടെ ജിഹക്കും വീട്ടിൽ വന്ന ശേഷം സുഹയെക്കുറിച്ച് ആലോചിക്കുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ സ്ട്രോബെറി ഫീൽഡ്സ് നടന്നു വരുമ്പോൾ റോക്ക് ഫെസ്റ്റിവൽ ജയിച്ചത് കൊണ്ട് സ്റ്റുഡൻസ് എല്ലാം അവരെ കൺഗ്രാലേറ്റ് ചെയ്യുന്നുണ്ട്. പ്യോഞ്ച് വന്ന് ഐ ക്യാൻഡി മെമ്പേഴ്സിനെ കളിയാക്കുന്നു. നിന്റെ ഫ്രണ്ടിന്റെ കയ്യില് കെച്ചപ്പ് ആയിരുന്നു അതോ ബ്ലഡ് ആയിരുന്നു എന്ന് ഡോങ്മാരും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഐ ക്യാൻഡി മെമ്പേഴ്സിന് നന്നായിട്ട് ദേഷ്യം വരുന്നു. ഹാജിന് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ജെങ്ഡോ അവനെ തടയുന്നുണ്ട്. ഹ്യൂൻസു അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ വീട്ടിൽ കിടക്കുകയാണ്. അവൻ ഒരുപാട് സാഡായിരുന്നു. പ്രിൻസിപ്പൽ അവരുടെ ക്ലാസ്സിൽ വന്ന് ഹ്യൂൻസു ഇന്നും സ്കൂളിൽ വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സിയോജിന്റെ ഗ്രൂപ്പ് റോക്ക് ഫെസ്റ്റിവൽ ജയിച്ചതിന് അവരെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു. സൂഹ അപ്പോൾ ജിഹക്കിനെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ബാൻഡ് ഏത് പൊസിഷനിലായിരുന്നു എന്ന് പ്രിൻസിപ്പൽ ജിഹക്കിനോട് ചോദിക്കുമ്പോൾ അവർ ഡിസ്ക്വാളിഫൈ ആയെന്നും അവരെ കൊണ്ട് അവരുടെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പ്യൂഞ്ച പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹാജിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ സൂഹ നടന്നു വരികയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ജിഹക്കും. അവനെ കാണുമ്പോൾ അവൾ പെട്ടെന്ന് സൈഡിലേക്ക് മാറുന്നു. ഇങ്ങനെ ജിഹക്കിനെ കാണുമ്പോഴെല്ലാം സൂഹ അവനെ ഫേസ് ചെയ്ത് മാറി നടക്കുന്നുണ്ട്. ഇത് സിയോജിനെ ശ്രദ്ധിക്കുന്നു. ഇന്നലത്തെ കിസിനു ശേഷം ജിഹക്കിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് സൂഹയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഹ്യൂൻസിനെ കുറിച്ച് ആലോചിച്ച് വറീഡായിരുന്നു. അവനെ കാണാൻ നമുക്ക് പോകണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അവിടേക്ക് വരുന്നു. ടീച്ചർ അവരെ സപ്പോർട്ട് ചെയ്ത് അവരോട് സംസാരിക്കുന്നുണ്ട്. അവരെ എൻകറേജ് ചെയ്യുന്നു. ഈ സ്കൂളിൽ നിൽക്കണമെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്നും ക്ലാസ്സിൽ കയറണമെന്നും ടീച്ചർ പറയുന്നു. അങ്ങനെ അവരെല്ലാം ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. സൂഹ അപ്പോൾ അവരെ ഫേസ് ചെയ്ത് നടന്നു വരുന്നു. അവരെ കണ്ട് അവൾ പെട്ടെന്ന് മാറി നടക്കുന്നുണ്ട്. ഇവൾക്ക് ഇതെന്തു പറ്റിയെന്ന് ക്യൂജൻ ചോദിക്കുന്നു. നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെന്ന് ഹാജിൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അവൾ നമ്മളെ ഇഗ്നോർ ചെയ്യല്ല, ജിഹക്കിനെ ഇഗ്നോർ ചെയ്യുകയാണെന്ന് ജെങ്ഡോ പറയുന്നു. അവൾ എന്തിനാ എന്നെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് ചോദിച്ച് ജിഹക്ക് പെട്ടെന്ന് നടന്നു പോകുന്നുണ്ട്. ഫ്രണ്ട്സിന് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല. നെക്സ്റ്റ് സീനിൽ സൂഹ ക്ലാസ്സിലെ വിൻഡോ ക്ലീൻ ചെയ്യാണ്. ജിഹക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിയോജൻ അപ്പോൾ അവിടേക്ക് വരുന്നു. ഈ സീൻ കണ്ട് അവൻ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. ജിഹക്ക് അവളുടെ കയ്യിൽ പിടിച്ച് നീ ഇങ്ങനെ എന്നെ ഇഗ്നോർ ചെയ്ത് നിർത്തൂ. എന്നെ കാണുമ്പോഴെല്ലാം നീ അവിടെ ഇവിടെയും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. നീയല്ലേ എന്നോട് പറഞ്ഞത് എൻ്റെ കൂടെ നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നത്. പിന്നെ നീ എന്താ ഇപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെയും നിന്റെ ടീമിന്റെ അവസ്ഥ ഇപ്പോൾ ഒരുപാട് മോശമാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞെന്ന് സൂഹ പറയുന്നു. ഇത് കേട്ട് ജിഹക്ക് ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അവളോട് സോറി പറഞ്ഞ ശേഷം ജിഹക്ക് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസോ അവന്റെ സിസ്റ്ററിന്റെ കൂടെ ഇരിക്കുകയാണ്. ജിയോക്ക് വന്നില്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ വന്നിട്ടില്ല. കാരണം ഞാൻ എല്ലാം നശിപ്പിച്ചു. ഒരു ദിവസം ജിയോക്കിനെ കാണാൻ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ബ്യൂൻഹിയുടെ ഗിത്താർ ജിയോക്ക് പ്ലേ ചെയ്യുന്ന ഞാൻ കണ്ടു. ഞാൻ ഒരുപാട് ജലസായി. എനിക്ക് അവനെ പോലെ അത്രയും നന്നായിട്ട് ഗിത്താർ വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഞാൻ ഒരുപാട് പ്രാക്ടീസും ചെയ്തു. പക്ഷെ ഞാൻ കാരണം എല്ലാം നശിച്ചു എന്ന് അവൻ പറയുന്നു. ജിഹക്ക് ഒരു ജീനിയസ് ആണ്. അവരെല്ലാം നിന്നോട് ദേഷ്യത്തിലാണോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ അതേന്ന് അവൻ പറയുന്നു. എല്ലാം ഓക്കെ ആകുമെന്ന് സിസ്റ്റർ പറയുന്നുണ്ട്. അവൻ സിസ്റ്ററിൻ്റെ കൂടെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഗേൾസ് വന്ന് ഐ ക്യാൻഡി ഗ്രൂപ്പിൻ്റെ മെമ്പറാണെന്ന് പറഞ്ഞ് അവനെ നോക്കുന്നുണ്ട്. ഹ്യൂൻസോയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നെക്സ്റ്റ് ഡേ എല്ലാവരും സ്കൂളിലേക്ക് വരുന്നു. ഹ്യൂൻസോ അന്നും സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ജിഹക്ക് വീട്ടിൽ വന്ന ശേഷം തൻ്റെ സ്ഥാനത്ത് ബ്യൂൺഹി ആയിരുന്നുവെങ്കിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഐ ക്യാൻഡി ഗ്രൂപ്പിന്റെ പെർഫോമൻസ് വൈറലാകുന്നുണ്ടായിരുന്നു. ഇത് ഹാരി കാണുന്നു. അവൾ പിയോട് നിങ്ങളുടെ പക്കൽ ഐ ക്യാൻഡിയുടെ ഫുൾ പെർഫോമൻസിന്റെ വീഡിയോ ഇല്ലേ, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, സ്ട്രോബെറി ഫീൽഡ്സിന്റെ ഇടണം, ആർക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നോക്കാമെന്ന് ഹാരി പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജിഹക്ക് നിൽക്കുമ്പോൾ അവരുടെ ഒപ്പോസിറ്റ് ടീം അവിടേക്ക് വരുന്നു. എന്നിട്ട് അവനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. എൻ്റെ മൂഡ് ഇപ്പോൾ നല്ലല്ലെന്ന് ജിഹക്ക് പറയുന്നു. നിങ്ങളുടെ പെർഫോമൻസ് ഫ്ലോപ്പായെന്ന് ഞാൻ കേട്ടുവെന്ന് അവർ പറഞ്ഞ് അവനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ജെങ്ഡോ അപ്പോൾ അവിടേക്ക് വരുന്നു. അവനെ കണ്ട് അവരെല്ലാവരും പേടിക്കുന്നുണ്ട്.
നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഹ്യൂൻസുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ജങ്ദോ ചോദിക്കുമ്പോൾ അവനെ കുറച്ച് ടൈം കൊടുക്കാൻ ജിഹക്ക് പറയുന്നു. നീ ടീമിൽ നിന്ന് അവനെ ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്ന് ജങ്ദോ ചോദിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ്? അവൻ്റെ അടുത്ത് പോയി ഇത് അവൻ്റെ മിസ്റ്റേക്ക് അല്ലെന്ന് അവനോട് പറയാൻ വേണ്ടിയാണോന്ന് ജിഹക്ക് ചോദിക്കുന്നു. നമ്മൾ തോൽക്കാൻ കാരണം അവനാണെന്ന് ഹാജിൻ ദേഷ്യത്തിൽ പറയുന്നു. ഇത് കേട്ട് ക്യൂൻജോൻ അവനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ആർഗ്യൂ ചെയ്യുന്നു. അവരോട് ഫൈറ്റ് ചെയ്തിരിക്കാൻ ജിഹക്ക് പറയുന്നുണ്ട്. ജങ്ദോ എല്ലാവരോടും സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ജിഹക്ക് ഹ്യൂൻസെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹ്യൂൻസ് അവൻ്റെ കോളൊന്നും പിക്ക് ചെയ്യുന്നില്ല. ജിഹക്ക് നല്ല ദേഷ്യത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തള്ളി താഴെയിടുന്നു. നെക്സ്റ്റ് സീനിൽ സുഹ വീട്ടിലേക്ക് പോവുകയാണ്. സിയോജൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിന്റെ വീട്ടിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ വീട് ഒരുപാട് ചെറുതാണ്, നിന്നെ ഞാൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഫ്രണ്ട്സ് ആയത് ചെറുതായപ്പോഴായിരുന്നു. ഒരുമിച്ചാണ് സ്കൂളിൽ പോയത്, നമ്മൾ ഒരുമിച്ചാണ് വളർന്നത്. അതുകൊണ്ട് അതൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നു. നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനെക്കുറിച്ച് നീ ആലോചിക്കാൻ അവൻ അവളോട് പറയുന്നു. അപ്പോൾ ജിഹക്ക് അവിടേക്ക് നടന്നു വരായിരുന്നു. ഇവർ രണ്ടുപേരെയും ഇവൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജിഹക്കും ജങ്ദോയും സ്കൂളിലേക്ക് വരികയാണ്. കുറച്ച് ഗേൾസ് ഇവർ ഐക്യാൻഡി ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സാണെന്ന് പറയുന്നു. സ്കൂളിൽ സ്റ്റുഡൻസ് എല്ലാം ലാബിലിരുന്ന് അവരുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ അപ്പോൾ അവിടേക്ക് വരുന്നു. അവരെല്ലാം അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് ഇവിടെ എന്ത് കാണുമെന്ന് ചോദിച്ച് ടീച്ചറും ആ വീഡിയോ കാണുന്നു. ഐക്യാൻഡിയുടെ പെർഫോമൻസ് കണ്ട് ടീച്ചർ ഒരുപാട് ഹാപ്പി ആകുന്നു. ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. സൂഹയുടെ ഫ്രണ്ട് അവളോട് നിന്റെ കയ്യിൽ ജിഹക്കിൻ്റെ നമ്പർ ഉണ്ടോ? എൻ്റെ ഫ്രണ്ട് ഐക്യാൻഡിയുടെ വീഡിയോ കണ്ടു, ജിയക്കിൻ്റെ നമ്പർ ചോദിച്ചെന്ന് പറയുന്നു. അപ്പോൾ ജിയക്ക് അവിടേക്ക് വരികയാണ്. അവർ രണ്ടുപേരെ നോക്കിയ ശേഷം അവൻ അവിടുന്ന് പോകുന്നു. ഇവിടെ ജിഹക്ക് ഹ്യൂൻസെ കോൾ ചെയ്യാണ്. അവൻ വീണ്ടും കോൾസ് ഒന്നും എടുക്കുന്നില്ല. സോ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ ജിഹക്ക് തീരുമാനിക്കുന്നു. അവൻ്റെ കൂടെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്. ഐക്യാൻഡിയുടെ വീഡിയോ ഏറിനും കാണുന്നു. താൻ കാരണമാണ് ഹ്യൂൻസോയ്ക്ക് ഈ അവസ്ഥ വന്നെന്ന് ആലോചിച്ച് അവൾ ഒരുപാട് സാഡായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ഹ്യൂൻസോയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവനെ ചീർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹാജിൻ വരില്ലെന്ന എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഹാജിനും അവിടേക്ക് വരുന്നു. എല്ലാവരും ഒരുമിച്ച് പാർട്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറൻസ് എല്ലാം മറന്ന് ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം വീണ്ടും ക്ലോസ് ആകുന്നു. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അതേസമയം ഐക്യാൻഡിയുടെ വീഡിയോ ട്രെൻഡിങ്ങിലാകുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമാകുന്നു. റോഡിൽ കൂടെ അവർ നടന്നു പോകുമ്പോൾ വണ്ടിയിലിരിക്കുന്ന ഗേൾസ് ഐക്യാൻഡി ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിൽ അവരുടെ വീഡിയോ ഇത്രയും വൈറലായെന്ന് അവർക്കറിയില്ലായിരുന്നു. നെക്സ്റ്റ് സീനിൽ സൂഹ ഷോപ്പിലിരുന്ന് സിയോജൻ കൊടുത്ത് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജിയോക്ക് പാടിയ പാട്ട്. അപ്പോൾ അവളെ അവളുടെ ഫാദറിന്റെ ലോയർ കോൾ ചെയ്യുന്നു. നിന്റെ ഫാദർ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സൂഹ പെട്ടെന്ന് ഹാപ്പിയായി അവിടുന്ന് പോകുന്നു. പക്ഷെ അവളുടെ MP3 അവളവിടെ മറന്നു വെക്കുന്നുണ്ട്. വീട്ടിൽ വന്ന ശേഷം ഫാദർ അയച്ച ലെറ്റർ സൂഹ വായിക്കുന്നു. അതിനുശേഷം അവളുടെ MP3 അവൾ ബാഗിൽ തപ്പുന്നുണ്ട്. പക്ഷെ കാണുന്നില്ല. ഇവിടെ ഹ്യൂൻസോയുടെ വീട്ടിൽ നിന്ന് ജിഹക്കും ജങ്ദോയും ബോക്യൂനും ഒരുമിച്ച് നടന്നു വരികയാണ്. ജങ്സൺ സ്കൂളിൽ നിന്ന് നമുക്ക് ഡ്രോപ്പ് ഔട്ട് ആയാലോ എന്ന് ജിഹക്ക് ജങ്ദോയോട് ചോദിക്കുന്നു. അതാണ് ബെറ്റർ, നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ആകൂ. അതിനുശേഷം മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഓക്യൂൻ പറയുന്നുണ്ട്. ഓക്യൂൻ ഒരുപാട് ഡ്രങ്ക് ആയിരുന്നു. സോ ജിഹക്ക് അവളെ സപ്പോർട്ട് നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകുകയാണെങ്കിൽ പകുതി വഴി വെച്ച് നമ്മൾ തോറ്റു പിന്മാറിയ പോലെ ആകില്ലേ? അല്ലെങ്കിൽ തന്നെ അവരെല്ലാം നമ്മളെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ തോറ്റു പിന്മാറേണ്ട ആവശ്യമുണ്ടോ എന്ന് ജങ്ദോ ചോദിക്കുന്നു. സൂഹ അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വരുന്നു. നീ എവിടെ പോകുകയാണെന്ന് ജങ്ദോ ചോദിക്കുമ്പോൾ ഒരു കാര്യം മറന്നു, അതെടുക്കാൻ പോകുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. അവളെ കണ്ട് ഓക്യൂൻ നീ 2 ടൈമറാണ്, നിന്നെ കണ്ട കാര്യമായെന്ന് പറഞ്ഞ് അവളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ജിയക്ക് അവളെ തടയുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. സൂഹ അവിടുന്ന് പോകുന്നു. ജിഹക്ക് അവൾ പോകുന്ന നോക്കി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്, നീ ഇവളെ കൊണ്ടുപോകാൻ പറഞ്ഞ് ഓക്യൂനെ ജങ്ദോ ഏൽപ്പിക്കുന്നു. പക്ഷെ സത്യത്തിൽ ഓക്യൂൻ അത്രയ്ക്ക് ഡ്രങ്കൊന്നും ആയിരുന്നില്ല. അവൾ ആക്ട് ചെയ്യായിരുന്നു.
സൂഹയുടെ കൺവീനിയൻസ് സ്റ്റോറിൽ വന്ന് അവിടെയെല്ലാം തൻ്റെ MP3 കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അവൾ അവിടെ ഇരിക്കുന്ന ഗാർബേജ് ബോക്സിൽ തപ്പുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ജിയക്ക് വന്ന് അവളോട് ചോദിക്കുന്നു. തൻ്റെ MP3 മിസ്സായെന്ന് അവൾ പറയുന്നുണ്ട്. ജിയക്ക് അവളെ തടയുന്നുണ്ടെങ്കിലും അവളൊന്നും കേൾക്കുന്നില്ല. ആ ഗാർബേജ് ബോക്സ് മുഴുവൻ MP3 പ്ലെയർ തപ്പാണ്. ഈ സോങ് സിയോജിൻ്റെ ആയതുകൊണ്ടാണോ നീ ഇത്രയും റെസ്ലെസ് ആയിട്ട് ഇത് തപ്പുന്നെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അല്ല, നിന്റെ വോയിസ് ആയതുകൊണ്ടാണ്. നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഈ സോങ് പാടിയത് നീയാണെന്ന്. ജിയക്ക് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ ഡ്രസ്സ് കൊണ്ട് അവളുടെ കൈ ക്ലീൻ ചെയ്യുന്നുണ്ട്. തൻ്റെ കൈ ഒരുപാട് ഡേർട്ടിയാണെന്ന് അവൾ പറയുന്നു. പക്ഷെ അവൻ കേൾക്കാതെ അതെല്ലാം ക്ലീൻ ചെയ്യുന്നു. അവൻ്റെ ഈ കെയറിങ് ബിഹേവിയർ കണ്ട് സൂഹ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. നീ ഇങ്ങനെ എന്നെ നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ആ പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഇവിടെ വോക്യൂൻ ജെങ്ഡോയോട് സൂഹയെക്കുറിച്ച് പറയാണ്. സൂഹ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ്. അവളുടെ ഐസ് എന്തുമാത്രം വലുതാണ്. അവളെ കാണാൻ ഒരു കോമിക് ബുക്കിലെ ഹീറോനെ പോലെയാണ്. അവളെ ആദ്യമായി കണ്ടപ്പോൾ ഇവൾ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാനും മനസ്സിൽ വിചാരിച്ചു. സൂഹയെ പോലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗേൾഫ്രണ്ട് വേണമെന്ന് എല്ലാ ബോയ്സും ആഗ്രഹിക്കുന്നെല്ലാം വോക്യൂൻ പറയുന്നുണ്ട്. നീയും ബ്യൂട്ടിഫുൾ ആണെന്ന് ജെങ്ഡോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ജിഹയ്ക്ക് സൂഹയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ പോവുകയാണ്. അവൻ അവളെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വേണ്ടി പാടുന്നു. സൂഹയും വെളിയിൽ വന്ന് ജിഹയ്ക്ക് പാടുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സ്കൂളിൽ ഐക്യാൻഡിയുടെ വീഡിയോ പ്യൂഞ്ചയും കാണുന്നു. അവരുടെ വീഡിയോ ഒരുപാട് പോപ്പുലർ ആകുന്ന കാര്യം അവൻ അറിയുന്നുണ്ട്. ഇവിടെ ടീച്ചറും അവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ അവിടേക്ക് വരുന്നു. ഐക്യാൻഡി സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്നും ഒരുപാട് ശാന്തരാണെന്നും ടീച്ചർ പറയുന്നു. അതിലൊന്നും ഒരു കാര്യവുമില്ല. അവരാരും അത്ര പെട്ടെന്ന് ചേഞ്ച് ആകില്ലെന്ന് പ്രിൻസിപ്പൾ പറയുന്നു. ടീച്ചർ പ്രിൻസിപ്പളിനോട് ആ കുട്ടികൾ താങ്കളോട് എന്ത് തെറ്റാണ് ചെയ്തത്? താങ്കൾ എന്തിനാ അവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അവരും നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നു. അവർ നമ്മുടെ സ്കൂളിലെ ബാക്കി സ്റ്റുഡൻസിനെ പോലെയല്ലെന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ താങ്കൾ ഈ പറയുന്നത് ഒട്ടും ശരിയല്ല. താങ്കൾ എന്നോട് ചെയ്യാൻ പറഞ്ഞ ഈ ജോലി എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ സ്കൂളിൽ ജോബ് ചെയ്യാൻ ആഗ്രഹമില്ലെന്ന് തോന്നുന്നു പ്രിൻസിപ്പൾ പറയുമ്പോൾ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ കൊടുത്ത് ആ ബുക്ക് ടീച്ചർ വലിച്ചു കീറി കളയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ സൂഹിയുടെ ഫ്രണ്ട് ഐക്യാൻഡി ഗ്രൂപ്പ് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണെന്നും ഏത് ഗ്രൂപ്പായിരിക്കും ടോപ്പ് പൊസിഷനിൽ വരുന്നതെന്ന് ചോദിക്കുന്നു. സൂഹ ഐക്യാൻഡിയെ സപ്പോർട്ട് ചെയ്യുന്നു. ജിഹക്കിൻ്റെ വോയിസ് മറ്റെല്ലാവരുടെയും വോയിസിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. നീ ജിഹക്കിനെ സപ്പോർട്ട് ചെയ്യാണെന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. സൂഹ സ്മൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിഹക്ക് ക്ലാസ്സിലേക്ക് വരുന്നു. സൂഹ അവനെ നോക്കി ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ വോക്യൂൻ അവിടേക്ക് വന്ന് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് പറഞ്ഞ് അവരെ ആ വീഡിയോ കാണിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചൊന്നും അവർക്കൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളുടെ ബാൻഡ് ഇപ്പോൾ ടോപ്പ് പൊസിഷനിലാണെന്നും ഏറിൻ ഇൻ്റർവ്യൂവിൽ വന്ന് അവൾ ഐക്യാൻഡിയുടെ ഫാനാണെന്ന് പറഞ്ഞെന്നും പറയുന്നു. മിക്കവാറും ഹ്യൂൻസോയ്ക്ക് ഈ ഇഞ്ചുറി പറ്റിയത് കാരണം അവൾക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വോക്യൂൻ പറയുന്നു. ജിഹക്കിന് അപ്പോൾ HR എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് കോള് വരുന്നു. നിങ്ങളോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ നാളെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഇതറിഞ്ഞ് എല്ലാ മെമ്പേഴ്സും ഒരുപാട് ഹാപ്പിയാകുന്നു. നെക്സ്റ്റ് ഡേ എല്ലാവരും HR എൻ്റർടൈൻമെൻറ്റ് ഓഫീസിലേക്ക് വരുന്നു. ഞാൻ ജിഹക്കിനെ ഹ്യൂൻസിലേക്ക് വിളിപ്പിച്ചെന്ന് ഹാരി പറയുന്നുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമെന്ന് ജിഹക്കും പറയുന്നു. അവൾ 2 കോൺട്രാക്റ്റ് പേപ്പർ അവളുടെ മുന്നിൽ വെക്കുന്നു. ഒന്ന് ജിഹക്കിനും മറ്റേത് ഹ്യൂൻസോയ്ക്കും. ബാക്കിയുള്ളവരെ ഹയർ ചെയ്യാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം തരാമെന്ന് ഹാരി പറയുന്നു. ഞങ്ങളൊരു ബാൻഡാണെന്നും ഞങ്ങളെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ഹയർ ചെയ്യണമെന്നും പറഞ്ഞ് ജിഹക്ക് ആ കോൺട്രാക്റ്റ് പേപ്പർ കീറിക്കളയുന്നുണ്ട്.